വോക്സ്വാഗന്റെ ടൈഗർ 2021 മോഡലായിട്ടുള്ള ഒരു ഹോട്ട് ഹാച്ച്ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് DRLs വരുന്നത്. ഒരു ഹലോജൻ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഗ്രിൽസ് നോക്കുന്നുണ്ടെങ്കിൽ ക്രോമിയം ഫിനിഷോട് കൂടിയുള്ള വോക്സ്വാഗൻ ലോഗോട് കൂടിയുള്ള ഒരു ഗ്രിൽസ് ആണ് വരുന്നത്. എയർ ഡാം പോർഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, അതും ഹലോജൻ ആണ് വരുന്നത്. ഹണികോം സ്ട്രക്ചേഴ്സ് ആണ് എയർ ഡാം പോർഷൻ വരുന്നത്. അലുമിനിയം ട്രീറ്റ്മെന്റും കാര്യങ്ങളും കാണാൻ പറ്റും. ബോണറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പവർഫുൾ മസ്കുലർ ലൈൻസും കാര്യങ്ങളൊക്കെ ക്യാരക്ടർ ലൈൻസ് വൾജ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഫ്രണ്ട് വരുന്നത് 16 ഇഞ്ചിൻ്റെ ഒരു അലോയ് ആൻഡ് ടയറാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഒരു നോർമൽ അലോയ് വീലാണ് വരുന്നത്. ക്ലാഡിങ്സും കാര്യങ്ങളും കാണാം. സൈഡിലൂടെ ക്യാരക്ടർ ലൈൻസ് ഇവിടെ നീളം പോകുന്നുണ്ട്. മിററിലോട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കാണാം. റെഡിലാണ് കൊടുക്കുന്നത്. ബാക്ക് പ്രൊഫൈലിലോട്ട് പോകുമ്പോൾ ബാക്ക് ടയർ വരുന്നത് 16 ഇഞ്ചിന് അലോയ് ടയറാണ്. ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ബാക്ക് പ്രൊഫൈലിൽ ഒരു കണക്ടർ ആയിട്ടുള്ള ടെയിൽ ലാമ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വോക്സ്വാഗന്റെ ലോഗും കാര്യങ്ങളും കാണാം. അതും ബ്ലാക്ക് ഔട്ടും ചെയ്തിരിക്കുന്നത്. TSA എന്നുള്ള ബാഡ്ജിങ് ആണ്. സെൻസേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ യൂണിറ്റും കാര്യങ്ങളുണ്ട്. ഡിഫോഗർ ലൈന് വിത്ത് വൈപ്പേഴ്സും കാര്യം നമുക്ക് പവർ പാഡിൽ 4 ഡോർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളും കാണാം. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ്സ് വരുന്നത് ഇലക്ട്രിക്കലല്ല, നോർമൽ സീറ്റ്സും കാര്യങ്ങളും വരുന്നത്. ടൈഗിൻ്റെ പ്ലേറ്റിങ്സും കാര്യങ്ങളും കാണാം. ഈ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ ഡിസ്പ്ലേൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾസിൻ്റെ സെറ്റപ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സെൻട്രൽ കൺസോളോട്ട് വരുമ്പോൾ നല്ലൊരു മീഡിയം സൈസ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ നാവിഗേഷൻ തുടങ്ങിയ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം. കൺട്രോൾസ് ആണ് കൊടുക്കുന്നത്. ടെമ്പറേച്ചർ ആയാലും ഫാൻസ് ആയാലും സൈഡ് അപ്പായിട്ട് കൺട്രോൾ ചെയ്യുക. ഓട്ടോമാറ്റിക് AC ആണ്. ടോർക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ കാര്യങ്ങളും കാണാം. ഇവിടുത്തെ ഒരു ബ്രഷ്ഡ് എലമെന്റിന്റെ ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത്. ത്രൂ ഔട്ട് ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ചെറിയൊരു കാർബൺ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഓഡി സ്റ്റൈൽസിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും കാണാം. ആംറസ്റ്റും കോപ്പൺ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നെക്സ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ആംറസ്റ്റും കാര്യങ്ങളും വരുന്നത്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ബാക്കിലോട്ട് AC വെന്റ് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ഡീസൻറ്റ് സൈസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതാണ് ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. അത്യാവശ്യം ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഹെഡ് റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. ഷോൾഡർ സ്പേസ് ഉണ്ട്. 3 ഹെഡ് റെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു പാഡിൽ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷനും കാര്യങ്ങളും വരുന്നില്ല. ഹൈഡ്രോളിക് സ്റ്റഡ് അല്ല വരുന്നത്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 114 bhp 178 Nm ടോർക്കുമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൽ പാക്ഡ് ആണ്. കുറച്ച് സ്പേസും കാര്യങ്ങളും കാണാം. ഓൾമോസ്റ്റ് ഒരു 12 to 15 കിലോമീറ്ററോളം മൈലേജും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബെറ്റർ വെഹിക്കിളാണ് നമ്മുടെ വോക്സ്വാഗൻ ടൈഗർ. 70,000 കിലോമീറ്ററോട് 2021 മോഡൽ ടൈഗർ ഹൈലൈൻ വേരിയന്റ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലാണ് കിടക്കുന്നത്. പാണ്ടിക്കാട് ഏകദേശം 70,000 കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത്. 11,20,000 ആണ് ഇവിടെ ചോദിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വെഹിക്കിളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 1 മിനിറ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.